വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ എൻവയോൺമെൻറ്റൽ സയൻസിലെ സെഡിമെൻ്ററി സൈക്കിൾസ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പേജ് നമ്പർ 36 ആണ്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഫോസ്ഫറസ്, കാൽസ്യം ആൻഡ് മെഗ്നീഷ്യം സർക്കുലേറ്റ് ബൈ മീൻസ് ഓഫ് ദി സെഡിമെൻ്ററി സൈക്കിൾസ്. അപ്പോൾ സെഡിമെൻ്ററി സൈക്കിളിലുള്ള 3 ഘടകങ്ങളാണ് ഫോസ്ഫറസ്, കാൽഷ്യം, മെഗ്നീഷ്യം. PCM എന്ന് ഷോർട്ടിൽ ഓർത്ത് വയ്ക്കാം. P ഫോർ ഫോസ്ഫറസ്, C ഫോർ കാൽഷ്യം ആൻഡ് M ഫോർ മെഗ്നീഷ്യം. ഓക്കെ, ഇത് 3ആണ് സെഡിമെൻ്ററി സൈക്കിളിലുള്ളത്. ഇനി സൾഫർ ഈസ് ടു സം എക്സ്റ്റെൻറ്റ് ഇൻ്റർമീഡിയറ്റ്. അതിൽ സൾഫർ എന്ന് പറയുന്നത് ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്താണ് സൾഫർ എന്ന് പറയുന്നത്? ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സിൻസ് 2 ഓഫ് ഇറ്റ്സ് കമ്പോണൻറ്റ് ഹൈഡ്രജൻ സൾഫൈഡ്. അതുപോലെ തന്നെ ഇതിൽ മറ്റ് 2 കമ്പോണൻറ്റും കൂടെ പറയാം. ഹൈഡ്രജൻ സൾഫൈഡ്, അതായത് H2S ഉണ്ട്, ആൻഡ് സൾഫർ ഡയോക്സൈഡ് SO2 ഉണ്ട്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് കോമ്പോസിഷൻ വരുന്നത് ഫോസ്ഫറസ്, P ഫോർ ഫോസ്ഫറസ്, C ഫോർ കാൽഷ്യം ആൻഡ് M ഫോർ മെഗ്നീഷ്യം. ഓക്കെ, പിന്നെ ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ട് നമുക്ക് സൾഫറും യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇനി 2 കോമ്പൗണ്ട് ഉണ്ട്. ഒരു കോമ്പൗണ്ട് H2S, അതായത് ഹൈഡ്രജൻ സൾഫൈഡും, മറ്റൊന്ന് സൾഫർ ഡയോക്സൈഡ്, അതായത് SO2 ആണ്. ആഡ് എ ഗേഷ്യസ് component to its normally sedimentary cycle. Okay, the element involved in the sedimentary cycle normally does not cycle throughout the atmosphere but follows a basic pattern of flow throughout erosion. ഇറോഷൻ എന്ന് വെച്ചാൽ ഇറോഷൻ്റെ മലയാളം നാശം, അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സെഡിമെൻ്ററി സൈക്കിൾസിലുള്ള ഈ ഫോസ്ഫറസ്, കാൽഷ്യം, മെഗ്നീഷ്യം, അതുപോലെ H2S, SO2 ഇതൊക്കെ നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് മണ്ണിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ അതിന് എറോഷൻ, അതായത് സോയിൽ പൊല്യൂഷൻസ് ഉണ്ടാവാം. അതുകൊണ്ട് അങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യാറില്ല സെഡിമെൻറ്റേഷനിൽ. മൗണ്ടൻ ബിൽഡിംഗ്, വോൾക്കാനിക് ആക്ടിവിറ്റി ആൻഡ് ബയോളജിക്കൽ ട്രാൻസ്പോർട്ട് ത്രൂഔട്ട് ദി exterior of marine birds. The sulfur cycle is a good example for illustrating the linkage between air, water and the earth crust. സൾഫർ സൈക്കിൾ എന്ന് പറയുന്ന ഒരു നല്ല എക്സാമ്പിളാണ്. എന്തൊക്കെ തമ്മിലുള്ള ലിങ്കേജ് പരസ്പര ബന്ധമായിട്ടുള്ള എയർ, വാട്ടർ, പിന്നെ എർത്തിൻ്റെ ക്രസ്റ്റ് എന്ന് വെച്ചാൽ ഉൾക്ക, അത് ക്രസ്റ്റ് and hence a brief account of this cycle is given. അതിൻ്റെ ഒരു ബ്രീഫ് അക്കൗണ്ടാണ് തന്നിട്ടുള്ളത്. The sulfur cycle is mostly sedimentary except for a short gaseous phase. സൾഫർ എന്ന് പറയുന്നത് നമ്മുടെ സെഡിമെൻ്ററിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്ന്, അതുപോലെ ഇത് ഒരു ഗേഷ്യസ് ആയിട്ടുള്ള ഫേസ് ആണ്. ദ ലാർജ് സൾഫർ റിസർവോയർ ആസ് മെൻഷൻഡ് ബിഫോർ എന്താണെന്ന് നോക്കാം. ഈസ് ഇൻ ദി സോയിൽ ആൻഡ് സെഡിമെൻറ്റ്സ് വെയർ ഇറ്റ് ഈസ് ലോക്ക്ഡ് ഇൻ ഓർഗാനിക് കോൾ, ഓയിൽ ആൻഡ് പീറ്റ് ആൻഡ് ഇൻഓർഗാനിക് പൈറേറ്റ് റോക്ക് ആൻഡ് സൾഫർ റോക്ക്. ഏതാണ്? പൈറേറ്റ് റോക്ക് ഉണ്ട്, അതുപോലെ തന്നെ സൾഫർ റോക്ക് ഉണ്ട്. സൾഫർ സൈക്കിൾ എന്ന് പറയുന്നത് ഒരു സെഡിമെൻ്ററി ആയിട്ട് എക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഷോർട്ടായിട്ടുള്ള ഫേസിലുള്ള ഗ്യാസാണ്. അതുപോലെ തന്നെ ആസ് മെൻഷൻ ബിഫോർ ഈസ് ഇൻ ദ സോയിൽ ആൻഡ് സെഡിമെൻറ്റ് വെയർ ഇറ്റ് ഈസ് ലോക്ക്ഡ് ഇൻ ഓർഗാനിക്. സോയിലും സെഡിമെൻറ്റുമാണ് ഓർഗാനിക്കിൽ ലോക്ക് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇൻഓർഗാനിക് ആയിട്ട് വരുന്നെങ്കിൽ ഇൻഓർഗാനിക് പൈറേറ്റ് റോക്ക് ആൻഡ് സൾഫർ റോക്ക് നമുക്ക് യൂസ് ചെയ്യാം. Deposit in the form of sulfide and organic sulfur. It is released by wearing of rocks, erosional runoff and decomposition by bacteria and fungi of organic matter and is carried to terrestrial and aquatic ecosystem in salt solution. അതായത് എന്താണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്?
സൾഫൈഡ് ആൻഡ് സൾഫർ ഡയോക്സൈഡ് ഇൻ സ്മോൾ ക്വാണ്ടിറ്റീസ് ഇൻ ദി അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിൽ സ്മോൾ ക്വാണ്ടിറ്റീസിൽ എന്തുണ്ട്? സൾഫറും ഉണ്ട്, അതുപോലെ തന്നെ സൾഫർ ഡയോക്സൈഡും ഉണ്ട്. ഇനി വിച്ച് ഈസ് ദസ് എ സ്മാർട്ട് റിസർവോയർ, അതൊരു റിസർവോയർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ സൾഫർ എൻറ്റർ ദി അറ്റ്മോസ്ഫിയർ ഫ്രം സെവറൽ സോഴ്സസ് ലൈക്ക് ഓൾക്കാനിക് ഇറപ്ഷൻ. ഒന്ന് സൾഫർ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എത്തുന്നത് ഒരു ഓൾക്കാനിക് ഇറപ്ഷനിലായിരിക്കാം, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കാം, composition of fossil fuels from surface of ocean and from gases related by decomposition. മെയിൻ ഫോക്കസ് ചെയ്ത് പറയുന്നത് സൾഫർ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എത്തുന്നത് എങ്ങനെ? ഒന്നേ ഓൾക്കാനിക് ആയിട്ടുള്ള ഇറപ്ഷനിലായിരിക്കാം, അല്ലെങ്കിൽ ഫ്യൂവൽസിൻ്റെ കോമ്പോസിഷനിലായിരിക്കാം, അല്ലെങ്കിൽ ഗേഷ്യസ് റിലീസ്ഡ് ബൈ ഡീകമ്പോസിഷൻ നടക്കുമ്പോൾ, അല്ലെ ഡീകമ്പോസിഷൻ നടക്കുമ്പോൾ ഗ്യാഷ്യസ് റിലീസ് ചെയ്യുന്നതിലൂടെയാകാം സൾഫർ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എത്തുന്നത്. ഇനി അടുത്ത് പറയുന്നത് കോമ്പോസിഷൻ ഓഫ് ഫോസിൽ അറ്റ്മോസ്ഫിയറിക് ഹൈഡ്രജൻ സൾഫൈഡ് ആൾസോ ഗെറ്റ്സ് ഓക്സിഡൈസ്ഡ് ഇൻറ്റു സൾഫർ ഡയോക്സൈഡ്. അപ്പോൾ അത് ഡീകമ്പോസിഷൻ ചെയ്ത് SO2 ആക്കി മാറ്റുന്നു. അറ്റ്മോസ്ഫിയറിക് SO2 ഈസ് ക്യാരിഡ് ബാക്ക് ടു ദി എർത്ത് ആഫ്റ്റർ ബീങ് ഡിസോൾവ്ഡ് ഇൻ റെയിൻ വാട്ടർ ആസ് വീക്ക് സൾഫ്യൂരിക് ആസിഡ്. റെയിൻ വാട്ടറും കൂടെ വന്നിട്ട് അല്ലേ, അപ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ SO2 ഉണ്ട്. ആ SO2യിൽ ഇനി റെയിൻ വാട്ടറും കൂടി, മഴവെള്ളവും കൂടെ വീഴുകയാണ്. അപ്പോൾ H2SO4 ആയിട്ട് മാറുമല്ലേ. അപ്ടേക്ക് ഓഫ് സൾഫർ ബിയറിംഗ് അമിനോ ആസിഡ് ഇൻ ദി പ്രോട്ടീൻസ് ഓഫ് ഓട്ടോട്രോപ്സ് ടിഷ്യൂസ് ത്രൂ ഔട്ട് എ സീരീസ് ഓഫ് മെറ്റബോളിക് പ്രോസസ്. അപ്പോൾ ഇതിനെയാണ് എന്താ, അമിനോ ആസിഡ് അല്ലേ, ടിഷ്യൂസ് അമിനോ ആസിഡ് ഇൻ ദി പ്രോട്ടീൻ ഓഫ് ഓട്ടോട്രോപ്പ് ടിഷ്യൂസ്. ഓട്ടോട്രോപ്പായിട്ടുള്ള ടിഷ്യൂസ് ഉണ്ടല്ലോ, അമിനോട്രോപ്പ്, അതിൽ സീരീസ് ഓഫ് മെറ്റബോളിക് പ്രോസസ്സ് അമിനോട്രോപ്പിൽ മെറ്റബോളിക് പ്രോസസ്സ് നടക്കുന്നത് ഇതിൻ്റെ സഹായത്താലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദി സൾഫർ ദെൻ പാസസ് ഇൻ ടു ദി ഗ്രാസിംഗ് ഫുഡ് ചെയിൻ. ഗ്രാസിംഗ് ചെയ്യുന്ന ഒരു ഫുഡ് ചെയിനിൽ സൾഫർ പാസസ് ചെയ്യുന്നു. സൾഫർ ബൗണ്ട് ഇൻ ലിവിങ് ഓർഗാനിസം ഈസ് ക്യാരിഡ് ബൈ ടു ദി സോയിൽ. ലിവിങ് ഓർഗാനിസം ക്യാരി ചെയ്യുന്നതിൽ സൾഫർ ഇൻക്ലൂഡാണ് എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് എന്താ പറയുന്നത്, back to soil, to the bottom of ponds and lakes and seas throughout excretion and decomposition of dead organic materials. ഡെഡ് ഓർഗാനിക് മെറ്റീരിയലിലുണ്ട്, അതുപോലെ തന്നെ സീസിൽ എല്ലാത്തിലും ഉണ്ടെന്നാണ് പറയുന്നത്. അണ്ടർ എയറോബിക്, അതായത് ഇൻ പ്രസൻസ് ഓഫ് എയറോബിക് എന്ന് വെച്ചാൽ പ്രസൻസ് ഓഫ് ഓക്സിജൻ കണ്ടീഷൻ, ഫഞ്ചൈ ലൈക്ക് ആസ്പെർജില്ലസ് ആൻഡ് ന്യൂറോസ്പോറ ആൻഡ് അണ്ടർ അനേറോബിക് കണ്ടീഷൻ ബാക്ടീരിയ ലൈക്ക് എസ്കറീഷ്യ ആൻഡ് പ്രോട്ടസ് ആർ ലാർജ്ലി റെസ്പോൺസിബിൾ ഫോർ ദി ഡീകമ്പോസിഷൻ ഓഫ് പ്രോട്ടീൻ. അപ്പോൾ പ്രോട്ടീൻ ഡീകമ്പോസിഷന് സഹായിക്കുന്ന പ്രധാനപ്പെട്ട ബാക്ടീരിയസുകളെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെയാണ്? ആസ്പെർജില്ലസ് ആൻഡ് ന്യൂറോസ്പോറ ആൻഡ് പിന്നെ എന്താണ്, ലൈക്ക് എസ്ക്രേഷ്യ ആൻഡ് പ്രൊട്ടസ്. അതൊക്കെ കാണാതെ പഠിക്കണം. അതൊക്കെ ഈ സൾഫർ സൈക്കിളിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ചെറിയ ഫ്ലോ ചാർട്ടും കൂടെ തന്നിട്ടുണ്ട്, അത് നമ്മൾ നോക്കണം. അടുത്ത നമ്മൾ വരുമ്പോൾ പേജ് നമ്പർ 38 എക്കോളജിക്കൽ സസഷൻ എന്നും പറഞ്ഞൊരു കുഞ്ഞു ടോപ്പിക്ക് എടുത്തിട്ടുണ്ട്. എന്താണ് എക്കോളജിക്കൽ സസഷൻ പറയുന്നത്? എ കമ്മ്യൂണിറ്റി ഈസ് ആൾസോ കാൾഡ് എ ബയോട്ടിക് കമ്മ്യൂണിറ്റി. അല്ലെ, ഒരു കമ്മ്യൂണിറ്റിയെ നമ്മൾ ബയോട്ടിക് കമ്മ്യൂണിറ്റി എന്ന് വിളിക്കുന്നു. എ ബയോട്ടിക് കമ്മ്യൂണിറ്റി ഈസ് ഡിഫൈൻഡ് എസ് എ ഗ്രൂപ്പ് ഓഫ് ഇൻട്രാക്ടിങ് പോപ്പുലേഷൻ ലിവിങ് ഇൻ എ ഗീവൺ ഏരിയ. എന്താണ് ബയോട്ടിക് എന്ന് വെച്ചാൽ? കമ്മ്യൂണിറ്റി ഈസ് ഡിഫൈൻഡ് എസ് ഒരു ഗ്രൂപ്പാണ്. ഒരു ഗ്രൂപ്പിലുള്ള പോപ്പുലേഷൻ ലിവിങ് ഇൻ എ ഗീവൺ ഏരിയ. ഒരു ഏരിയയിലുള്ള, അല്ലെ ഒരു ഗ്രൂപ്പിലുള്ള
ഇൻട്രാക്റ്റിംഗ് പോപ്പുലേഷൻ ലിവിങ് ഇൻ എ ഗിവൺ ഏരിയ. ഒരു ഗിവൺ ഏരിയയിലുള്ള പരസ്പരം ഇൻട്രാക്ട് ചെയ്ത് ലിവിങ് ചെയ്യുന്ന ഒരു ഗിവൺ ഏരിയയിൽ ഇൻട്രാക്റ്റിംഗ് ലിവിങ് ഏരിയ എന്നതാണ് എ പോപ്പുലേഷൻ. ബയോട്ടിക് കമ്മ്യൂണിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് എ ഗ്രൂപ്പ് ഓഫ് ഇൻട്രാക്റ്റിംഗ് പോപ്പുലേഷൻ. പരസ്പരം ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു പോപ്പുലേഷൻ ലിവിങ് ഇൻ എ ഗിവൺ ഏരിയ. അതാണ് നോക്കാം. എ ബയോട്ടിക് കമ്മ്യൂണിറ്റി റിപ്രസെൻറ്റ് ദി ലിവിങ് പാർട്ട് ഓഫ് ആൻ എക്കോസിസ്റ്റം. ബയോട്ടിക് കമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ ലിവിങ് പാർട്ട് ഓഫ് എക്കോസിസ്റ്റത്തിലെ ഒരു ലിവിങ് പാർട്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഫങ്ഷൻ ആസ് എ ഡൈനാമിക് യൂണിറ്റ് വിത്ത് ട്രോപ്പിക് ലെവൽ ആൻഡ് എനർജി ഫ്ലോ ആൻഡ് ന്യൂട്രിയൻറ്റ് സൈക്ലിംഗ് സിസ്റ്റം ആസ് ഡിസ്ക്രൈബ്ഡ് earlier. Biotic communities exhibited progressive ചേഞ്ച് ആസ് പാർട്ട് ഓഫ് ദെയർ നോർമൽ ഡെവലപ്മെൻറ്റ്. ബയോട്ടിക് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എക്സിബിറ്റ് ചെയ്യുന്നത് പ്രോഗ്രസീവ് ചേഞ്ചസ് പാർട്ട് ഓഫ് ദെയർ നോർമൽ ഡെവലപ്മെൻറ്റ്. അതായത് ആ കമ്മ്യൂണിറ്റിയിലോട്ട് ഉള്ള നോർമലായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ്, അതാണ് ബയോട്ടിക് കമ്മ്യൂണിറ്റി എന്ന്. ദി ഓർഡർലി പ്രോസസ് ഓഫ് ചേഞ്ച് ഓർ റീപ്ലേസ്മെൻറ്റ് ഓഫ് സം ഇൻഹാബിറ്റൻറ്റ് ഓർ സ്പീഷീസ് ഓഫ് ദി കമ്മ്യൂണിറ്റി ഇൻ ആൻ ഏരിയ. ഒരു ഏരിയയിലുള്ള സ്പീഷീസ് അല്ലെങ്കിൽ ഒരു സ്പീഷീസിൻ്റെ ചേഞ്ച്. ഓക്കെ. ത്രൂ ടൈം ഈസ് നൗസ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് ഓർ മോർ ട്രഡീഷണലി ആസ് എക്കോളജിക്കൽ സെസിഷൻ. The time scale for ecological succession can be decade, for example, after a wildfire, or even millions of years after a mass extinction. അതായത് അവിടുത്തെ ടൈമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി ടൈപ്പ് ഓഫ് എക്കോളജിക്കൽ സെസിഷൻ. എക്കോളജിക്കൽ ചേഞ്ചസ് ആർ ഫെയർലി പ്രിഡിക്റ്റബിൾ ആൻഡ് ഓർഡർലി വിത്തിൻ ആൻ എക്കോ കമ്മ്യൂണിറ്റി. ഒരു എക്കോളജിയിൽ ഉണ്ടാകുന്ന ആ ചേഞ്ച് നമുക്ക് പെട്ടെന്ന് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് കഴിയും. ദി സ്പീഷീസ് കോമ്പോസിഷൻ വിൽ ചേഞ്ച് ഓവർ ടൈം ആസ് സം സ്പീഷീസ് ബിക്കം മോർ പ്രോമിനൻറ്റ് വൈൽ അതർ മേ ഫെയ്ഡ് ഔട്ട് ഓഫ് എക്സ്റ്റൻസ്. അതായത് ആ സ്പീഷീസിന് മറ്റൊന്നിനെ വെച്ചുള്ള ആ ചേഞ്ച് അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. As the community development over time, vegetation grows taller and the community become more established. This final stage of succession is stable and the community in this is called the climax community. കമ്മ്യൂണിറ്റി അതെന്ന് പറയുന്നത് ഫൈനലായിട്ട് എന്താണ് സ്റ്റേബിൾ ആയിട്ടുള്ളതാണെന്നാണ് പറയുന്നത്. ഇനി എക്കോളജിക്കൽ സക്സഷനായിട്ട് മെയിൻലി വരുന്നത് പ്രൈമറി അല്ലേ, അത് ഇൻക്ലൂഡ് ചെയ്യുന്നത് പ്രൈമറി സക്സഷൻ എന്നും അതുപോലെ സെക്കൻഡറി സക്സഷനും എന്നാണ് മെയിനായിട്ട് എക്കോളജിക്കൽ സക്സഷൻ വരുന്നത്. പിന്നെ എന്താണ് പ്രൈമറി സക്സഷൻ എന്നും സെക്കൻഡറി സക്സഷൻ എന്നും തന്നിട്ടുണ്ട്. ഓക്കെ. അതിൽ പറയുന്ന പ്രൈമറി സക്സഷൻ ഈസ് ഇനിഷ്യേറ്റഡ് വെൻ എ ന്യൂ ഏരിയ ദാറ്റ് ഹാസ് നെവർ previously supported an ecological community